ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയി വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ നാട്ടിലൊക്കെ പോയി, നാട്ടിൽ നിന്ന് കുറച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ്, കൂർഗിലേക്കുള്ള ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഈ ക്യാമറയുടെ ബാക്കിൽ സാനു നിൽക്കുന്നുണ്ട്. അപ്പൊ ചോട് കുറെ സമയമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചത് നമുക്ക് രണ്ടാക്കും കൂടെ ഒരു വീഡിയോ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ പിന്നെ നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അച്ചാറ്, പിന്നെ സാധാരണ പോലെ തന്നെ അച്ചാറുകള്, അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങള്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങള്. പക്ഷെ ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് അതാണ് ഈ കവറിലുള്ളത്. ഇതെന്താന്ന് എല്ലാവർക്കും ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവൂന്നറിയില്ല. ഇതാണ് നമ്മുടെ ചക്ക വരട്ടിയത്. നല്ല പഴുത്ത വരിക്ക ചക്ക വഴറ്റിയെടുത്ത സാധനമാണിത്. നല്ല മണമുണ്ട്. ഇതൊരു മണം. ഇത് ലീക്ക് ആവുന്നുണ്ടോ? അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വന്നപ്പോ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അതിന്റെ ഒരു വെള്ളമുണ്ട് പുറത്ത്. അപ്പൊ ഞാൻ ചക്ക വരട്ടിയത് സ്പെഷ്യലായിട്ട് അമ്മ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. അന്നേരം വിചാരിച്ച വീഡിയോ എടുക്കാന്ന്. അങ്ങനെ ഈ ഒരു ചക്ക വരട്ടി വെച്ചിട്ട്, ഈ ഒരു ചക്ക ഇത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കി നോക്കാം നമുക്ക്. നമ്മൾ കണ്ണൂര് ഇത് മൂടക്കടമ്പ് എന്ന് പറയും. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ചക്കയപ്പം നമ്മള് മൂടക്കടമ്പ് എന്ന് പറയും. അപ്പൊ അത് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ഞാൻ അമ്മയോടൊക്കെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാ അപ്പം ഉണ്ടാക്കണ്ടേ എന്നെല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ ഉണ്ടാക്കാം. അതിന് ഞാൻ വീഡിയോ എടുത്തേ. ഇത് സാനുവിന്റെ ബോക്സിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, അടുക്കളയിലേക്ക് പോവാം. അപ്പൊ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഇത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. എല്ലാം കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റിയേക്കാം. പായസം കൂടെ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കണം. അരിപ്പൊടി ഇട്ടാലും മതി, പക്ഷെ ഞാൻ പച്ചരി ഇത് അരച്ചെടുക്കാന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾക്ക് മറ്റേ വെള്ളപ്പാവാക്കണം, മറ്റേ ശർക്കര പാവാക്കണം. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അത് രണ്ടും കൂടെ കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് മിക്സിങ് എങ്ങനെയാ നോക്കാം. ഞാൻ ഇത് ആദ്യം കഴുകി അരച്ചിട്ട് വരാം. അതേപോലെ തന്നെ ശർക്കര പാവാക്കണം. ഞാൻ വാഴയിലെല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരച്ച് ശർക്കരപ്പാവ് ആക്കിയിട്ടും കൂടെ കാണാം. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതില് ഈ ചക്ക വരട്ടിയത് നമുക്ക് മിക്സ് ചെയ്യണം. പക്ഷെ ഇത് മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് ഇത് കൂടാൻ പാടില്ല. ഇത് ഒരുപാടായി കഴിഞ്ഞാല് നമുക്ക് വെന്ത് കിട്ടൂല, ഒരു കുഴകുഴാന്നിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഇത് അതിന്റെ കണക്കില് പാകത്തിന് ചേർക്കണം. പക്ഷെ കുറഞ്ഞു പോകാനും പാടില്ല, ഇതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണം. പിന്നെ ഇത് അധികം ലൂസ് ആവാൻ പാടില്ല, അധികം വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ അധികം കട്ടി പോലെ ആവാൻ പാടില്ല. അപ്പൊ ഇതിൽ നമുക്ക് വെള്ളപ്പാവും കൂടെ വരും, ഇതും കൂടെ വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കാം. എൻ്റെ കയ്യിൽ പത്തിരിപ്പൊടി ഉണ്ട്. അപ്പോൾ അതുകൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, വേണ്ടി വരും. കാരണം വെള്ളപ്പാവും കൂടെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അരിപ്പൊടി ചേർക്കാം. ഞാൻ വെള്ളപ്പാവിന് വേണ്ടിയിട്ട് ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായിട്ടാകുമ്പോൾ നമുക്ക് അതൊന്ന് തണിഞ്ഞിട്ട് ഇതിൽ നമുക്ക് മെല്ലനെ ചേർത്ത് മിക്സിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നുണ്ടാകുന്ന അച്ചാറൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഇപ്പം കാണിച്ച മറ്റേ ബിരിയാണി സ്പെഷ്യൽ അച്ചാറായത്. ഇത് വാങ്ങിച്ചിട്ടുണ്ടായതാ, ഇതും വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ മാങ്ങ അച്ചാറും. ഇത് രണ്ടും ഓൾമോസ്റ്റ് തീരാനായി. ഇത് നല്ല ടേസ്റ്റുള്ള, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല അടിപൊളി അച്ചാറായത്. ഇതും തീരാനായി. ഇത് ഇത്രയായി. ഇത് നല്ല അടിപൊളി മാങ്ങ അച്ചാറായത്. ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായതാ. അതുപോലെ തന്നെ ഇതും വാങ്ങിച്ചതാ, നാരങ്ങ അച്ചാർ. ഇത് പക്ഷെ ഞാൻ പൊളിച്ചില്ല, ഇത് പൊളിച്ച് ടേസ്റ്റ് നോക്കിയില്ല. പിന്നെ ഇതിലൊക്കെ നാടൻ അച്ചാർ തന്നെയാണെന്ന് തോന്നുന്നത്. ഞാൻ ടേസ്റ്റ് നോക്കില്ല. അത് രണ്ടും മാത്രമേ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ. ഇതും വാങ്ങിച്ചിട്ടുണ്ടായ അച്ചാറാണ് ബ്രാഹ്മിൻസിന്റെ. ഇതും ഞാൻ
ഇത് തുറന്നു നോക്കി, ഇത് നോക്കി ടേസ്റ്റ്. പിന്നെ ഇത് സ്പെഷ്യല് മറ്റേ കണ്ണിമാങ്ങ അച്ചാർ. ഇത് വീട്ടിൽ നിന്ന് അമ്മ തന്നിട്ടുണ്ടായതായത്. നല്ല കണ്ണിമാങ്ങ അച്ചാർ, നല്ല അടിപൊളി ടേസ്റ്റ് ആയത്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, ഇത് എടുക്കണം. കാരണം ഇതൊക്കെ എടുത്തു തുടങ്ങിയ പിന്നെ പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ ഇതും വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്ന അച്ചാറാണിത്. അത് ഞാൻ ഈ ടാപ്പ് വരെ ഞാൻ കട്ട് ചെയ്തില്ല. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തില്ല. അപ്പം ഇത്രയും അച്ചാർ. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഉപ്പിലിട്ട മാങ്ങയും കൂടിയുണ്ട്. അപ്പം അത്രയും ഞാൻ കൊണ്ടുവരാം. പിന്നെ കുറേ ബേക്കറി സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് ഏകദേശം വെള്ളപ്പാവ് ഇതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ലൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ചേർക്കാം. അപ്പം ശരിയാവും. ഇതിൽ ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നെയ്യിൽ വഴറ്റി ഇടണമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് നെയ്യിൽ വഴറ്റിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ചക്കേൻ്റെ ഇതും കൂടെ ഇട്ട് നോക്കാം. ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇത് ഏകദേശം തണിഞ്ഞു, കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് വെള്ളം ഉരുക്കിയത്. നമുക്ക് ഈ ചക്കേൻ്റെ ഇതൊന്ന് ഇട്ട് നോക്കാം. ഇപ്പം ഞാൻ ഇന്ന് ചെറിയ സ്പൂൺ ആയതുപോലെ തന്നെ ഞാൻ ഒരു 1, 2, 3 സ്പൂൺ എന്തായാലും ഇടേണ്ടി വരും. ചക്കേൻ്റെ ഇത് അധികം ആയിക്കഴിഞ്ഞാൽ ഇത് വേവൂല എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചക്കയുടെ ചൊവയുണ്ടാവണം. അപ്പോൾ ഇതിന് മെയിൻ സാധനം എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അപ്പോൾ നെയ്യൊരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ശർക്കരയും കൂടെ ഉണ്ട്. ഇതിനത്ര മധുരം വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിക്കണം. അപ്പോൾ വെള്ളമായി പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അരിപ്പൊടി ചേർക്കും. ഇത് തണിഞ്ഞിന് അയ്യോ കുറച്ചും കൂടെ മധുരമാണ്. ഇത് കഴിക്കാൻ വയ്ക്കുന്നത്. പക്ഷെ ഞാനിത് തനിയാൻ പറ്റുന്ന സമയത്ത് അരിച്ചിട്ട് തിരിച്ചിട്ട് വെച്ചു. എൻ്റെ വീട്ടിൽ ചക്കയപ്പം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കണ്ടതിൻ്റെ ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പാകത്തിനായിരിക്കും. പക്ഷെ ചക്കേൻ്റെ അളവ് എനിക്ക് ഇതിൽ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. നമുക്കിത് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതധികം വെള്ളമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം തോന്നുന്നു. ചക്കയുടെ മണം വന്നിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നല്ല ചക്കപ്പായസത്തിൻ്റെ ഒക്കെ മണം വന്നിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി ചേർക്കാം. കുറച്ചൊന്ന് അരിപ്പൊടി ചേർക്കാം. ഇവിടെ ഭയങ്കര ചൂടായതെന്ന് വെച്ചാൽ മൊത്തം വേർത്തിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ മുഖം കൂടെ കഴുകിയിട്ട് വരാം. അപ്പം ഞാൻ ഇതിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇട്ട് നോക്കാം. അധികം ആവശ്യമില്ല. ഈ പാടും ഇത് ഫുൾ കഴിഞ്ഞില്ല. ചക്കൻ്റെ ഒരു മണം ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വാഴയില കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് ഓണാക്കിയില്ല. അപ്പം നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. എന്തുവാ ഇത് ഉണ്ടാക്കുന്നതിന് ഓരോ രീതിയുണ്ട്. അതെങ്ങനെയാ ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാനിവിടെ ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇലേന്റെ ഈ ഒരു നാര് തന്നെ ഞാൻ എടുക്കുന്നത്. നാര് തന്നെയല്ലേ എല്ലാവരെയും പറയാം. നൂല് വേറെ ഞാൻ എടുത്തിട്ടില്ല. ഈ ഇലേന്റെ ഇത് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് വെച്ചാല് ഇതിങ്ങനെ ആക്കുക. കാണുന്നുണ്ടാ? ഇങ്ങനെ ആക്കുക. ഇതെല്ലാം ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടുപഠിച്ചല്ല. അപ്പം അത് ശരിയാണെന്ന വിശ്വാസം. ഇതിങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ താഴെ വന്നിട്ട് ഇങ്ങനെ കെട്ടുക. ഈ ഒരു നൂലെടുത്തിട്ട്
പോയാൽ വേറെ വാതിയല്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടും. അധികം ഇതാക്കിയാൽ കീറിപ്പോവും. പിന്നെ ഇങ്ങനെ ഇവിടെ കെട്ടും. എന്നിട്ട് ഈ ഒരു ഓട്ടയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക. അടിയിലേക്ക് ഇട്ടുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ പുറത്താവും, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താലുള്ളത് താഴെ നിന്ന് ഫില്ലായിക്കോളും. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാണുന്നുണ്ടോ? ഞാൻ ദൂരെ ക്യാമറ വെച്ചിട്ടുള്ളത്. നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരേ ഇല കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ അടുത്തില പോയിട്ട് പറിച്ചു കൊണ്ടുവരാം. പക്ഷെ ഇവിടുന്ന് അതേപോലെ പറ്റില്ലല്ലോ. അപ്പോൾ വിലേൻ്റെ അറിയണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് മാറി നിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴിക്കും. ഇത് വലിയ ഇലയായതുകൊണ്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കാനേ ഉള്ളൂ വെച്ചത്. ഇങ്ങനെ ഇതാക്കിയാൽ ഒരുപാട് ഒഴിക്കണ്ട, കാരണം വെള്ളം പണിയാവും. അപ്പോൾ നമുക്ക് ഇത്രയും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. പുറത്തായത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. അപ്പം ഞാൻ ഇതിൽ ഒഴിച്ച് വെച്ചു. ഇതാ ഇത്രയും നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഇത് ബാക്കി നമുക്ക് അടുത്ത നൂലിട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കാം. ഇതാണ് നമ്മൾ കണ്ണൂരുകാരുടെ മൂടക്കടമ്പ് എന്ന് പറയുന്ന സാധനം. ചക്കയപ്പം നമ്മുടെ വീട്ടിലൊക്കെ മൂടക്കടമ്പ് എന്ന് പറയും. കണ്ണൂരൊക്കെ അറിയായിരിക്കും മൂടക്കടമ്പ് എന്നൊക്കെ പറയുമ്പോൾ. ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ട. അപ്പം ഇതേപോലെ നമുക്കിനി അടുത്തതും കൂടെ ഉണ്ടാക്കാം. ഇത് അടിയിലൊന്ന് കെട്ടി കൊടുക്കാം. കെട്ടി കൊടുക്കാൻ അടിയിലേക്കൊന്നും അടിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ മൂടിയിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അത് നമുക്ക് കഴിഞ്ഞാൽ ഇടത്തിൽ ശ്രദ്ധിക്കാം. ഇതില്ല ഈ സെൻറ്ററിൽ ഈ ഗ്യാപ്പിൽ ഈ നടുക്ക് നമുക്ക് ഇത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ പുറത്തൊക്കെ ആവും, അത് ശ്രദ്ധിക്കാം. ഇതിങ്ങനെ ആക്കണമെന്നില്ല. ശരിക്കും നമ്മൾ അതൊക്കെ നടക്കുന്ന പോലെ ഒന്ന് പരത്തിയ സാധാരണ കിട്ടാൻ മതി. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടതുകൊണ്ട് എനിക്ക് അതുപോലെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ്. അതിന് നമുക്ക് മനസ്സിലില്ല. ഇത് വീട്ടിൽ കൊടുക്കാം. കുറച്ച് ഉണ്ടാക്കിയില്ല. അപ്പോൾ അത് അത്ര അതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഇപ്പം ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിപ്പോയി. ബാക്കി രണ്ടും നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. അപ്പം അത് ഈ ഒരു വലിയൊരു ഇലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ 5 എണ്ണം ഉണ്ടാക്കിയത്. വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. അപ്പം നമുക്കിനി ഇത് ആയിട്ടാകുമ്പോൾ കാണാം. അപ്പം നമുക്ക് ചക്കയപ്പായോന്ന് നോക്കാം. നല്ല ആവിയെല്ലാം വരുന്നുണ്ട്. വെച്ചിട്ടിപ്പം കുറേ സമയമായേ. അപ്പം നമുക്ക് നോക്കാം. നല്ല ആയിട്ടുണ്ട് തോന്നുന്നു. നമുക്കൊന്നത് കുത്തി നോക്കേ. ഞാൻ അതിനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചൂടുണ്ട്. നല്ല ആ ഒരു ചക്കയപ്പത്തിൻ്റെ ആ ഒരു മണം, നല്ല സൂപ്പർ മണം വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതിൽ ഇതേ കണക്കാക്കിയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ഷേപ്പ് കിട്ടും, ഒരു സിലിണ്ടർ ഷേപ്പ് കിട്ടും. നമുക്ക് ഈ ഇലമ നമുക്ക് മാറ്റി വെക്കാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നല്ല ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. കേട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല ചക്കൻ്റെ ഒരു സ്മെല്ലും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സാനുവിന് ഏട്ടനൊക്കെ കൊടുത്തു നോക്കാം. ഇനിയിപ്പോൾ ഒരെണ്ണേ ഞാൻ തൽക്കാലം കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി അവിടെയുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. സാനു ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ചക്കയപ്പം മൂടക്കടമ്പ് സ്പൂണ് ചൂടുണ്ടോ നോക്കണേ. ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിച്ചോ. ചൂടുണ്ടോ? ചെറിയ കഷ്ണാക്കി. നല്ല ചക്കൻ്റെ മണം അല്ലേ? സാറ് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട്?
ടേസ്റ്റ്. നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂട്. സാനുവിന് ഇഷ്ടപ്പെട്ട്. ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇത് ഇല്ല നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്കിപ്പോ ഒരു സപ്പോർട്ടും ഇല്ല. സപ്പോർട്ട് പ്ലീസ് കാൽ പിടിക്കാം. ബൈ ബൈ.